മേയർക്ക് അധികാരത്തിമിരം ബാധിച്ചു. ഇതെന്താ, വെള്ളരിക്ക പട്ടണമാണോ? മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനത്തിൻ്റെതാണ് ഈ ചോദ്യങ്ങൾ. മേയറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നു. KSRTC ഡ്രൈവറുടെ പരാതി എന്തുകൊണ്ട് പോലീസ് സ്വീകരിച്ചില്ല? സംഭവ സമയം ബസ്സിൽ നിന്നും ആകെയുള്ള 12 യാത്രക്കാരെ ഇറക്കിവിടാൻ മേയറുടെ ഭർത്താവായ MLAയ്ക്ക് ആരാണ് അധികാരം കൊടുത്തത്? ബസ്സിലെ CCTV ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് അപ്രത്യക്ഷമാകുന്നു. KSRTC മാനേജ്മെന്റിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ജനം പ്രതീക്ഷിച്ചു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന വന്നതോടെ മന്ത്രിയുടെ നാവും അനക്കമില്ലാതായി. മദ്യപിച്ചിട്ടുണ്ടോ എന്ന് KSRTC ഡ്രൈവറെ പരിശോധിച്ച പോലീസ് എന്തുകൊണ്ട് ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ച് സീബ്ര ലൈനിൽ വാഹനം നിർത്തിയ മേയറുടെ കാർ ഡ്രൈവറെ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല? പാസ്പോർട്ട് ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബാബുവിനെ മേയറുടെ കാറിന്റെ അനധികൃത പാർക്കിംഗ് തടഞ്ഞതിന്റെ പേരിൽ അയാളെ സർവീസിൽ നിന്നും ഉടൻ തന്നെ നീക്കം ചെയ്ത സംഭവവും ആര്യ രാജേന്ദ്രന്റെ പേരിലുണ്ട്. മേയർ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഇത്തരം വിവാദ വിഷയങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മേയർ ആര്യ രാജേന്ദ്രന് 1ാം സ്ഥാനമാണ്. എടുത്തുചാട്ടവും പക്വതയില്ലായ്മയും പ്രകടിപ്പിക്കേണ്ടതാണോ മേയർ സ്ഥാനം? തിരുവനന്തപുരത്തെ മേയർമാരുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന മേയർ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ എന്നും പൊതുജനം ചോദിക്കുന്നു.